ഹലോ ഫ്രണ്ട്സ്, നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആവോലി ഫിഷ് ഫ്രൈ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 3 ആവോലി ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ നന്നാക്കി ക്ലീനാക്കി തന്നെ തന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിൽ ഇതേ പരിഞ്ഞലൊക്കെ ഉണ്ട്. ഇനി നമുക്കിതൊന്ന് വരഞ്ഞെടുക്കാം 2 സൈഡും. അപ്പോൾ തൊടുമ്പോഴേക്ക് തന്നെ പെട്ടെന്ന് വരഞ്ഞ് കിട്ടും. നല്ല മിനുസമുള്ള സ്കിന്നാണ്. അപ്പോൾ 2 സൈഡ് ഞാൻ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 4 വെളുത്തുള്ളി മീഡിയം സൈസ്, അതേമാതിരി 2 പച്ചമുളക്, ഒരു 5-6 ചെറുള്ളി, ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണത്. ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി. ഇനി ഞാൻ ഒരു 3/4 സ്പൂണോളം സാധാരണ നോർമൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഒരു 2 ടീസ്പൂണോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ആ ചട്ടിയിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പ്ലേറ്റിലേക്ക് പാത്രത്തിലേക്ക് നമ്മൾ ഈ അരപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ അത്ര വെളിച്ചെണ്ണ കുറവ് മതി. പിന്നെ അതിലേക്ക് ഇതൊക്കെ മസാലയൊക്കെ പിടിച്ച് കിട്ടുമ്പോൾ വളരെ ടേസ്റ്റുമാണ്. അങ്ങനെ ഞാൻ ഫിഷിൻ്റെ 2 സൈഡിലേക്കും ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നിലയ്ക്ക് ഉപ്പും മുളകൊക്കെ നല്ലോണം പിടിച്ച് കിട്ടും. അല്ലെങ്കിൽ ഒന്ന് തേച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ 1 മണിക്കൂറൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് മസാലയൊക്കെ പിടിക്കാൻ എളുപ്പമാണ്. ഞാനൊരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഫിഷ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് മീൻ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ സ്കിന്നൊക്കെ കരിഞ്ഞു പോകും, ഉള്ളിൽ മാംസം വേവില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്, അല്ല ഞാൻ പറഞ്ഞത് മാത്രം. ഇനി നമുക്കൊന്ന് മറിച്ചിടാൻ നേരത്ത് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആദ്യമേ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കാൻ നേരത്ത് ഞാൻ അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ എല്ലാ ഫിഷും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വശം ഒന്ന് റോസ്റ്റായി കിട്ടിയപ്പോൾ ഞാൻ 2 സൈഡും മറിച്ചിട്ട് കൊടുത്ത് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ എല്ലാ ഫിഷും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷാണ്. അതേ മുള്ളൊന്നുമില്ല, മാംസമുണ്ട്, വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.